ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതെൻ്റെ ആദ്യത്തെ ഒരു വ്ളോഗാണ്. എനിക്കങ്ങനെ വ്ളോഗ് എടുത്തിട്ട് ശീലമൊന്നുമില്ല, എങ്ങനെ എടുക്കണ്ടതെന്നും വലിയ പരിചയമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കാം. അപ്പം ഞങ്ങളിന്ന് ഫ്രണ്ട്സായിട്ട് പാടം കാണാൻ പോയി. ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു പാടമാണ് ചേനമ്പാടം. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിന്ന് പോയത്. അപ്പോൾ നല്ല നെൽകൃഷിയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ കൃഷിയൊക്കെ ഉണ്ടായിട്ട് അത് മക്കൾക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അതേപോലെ നെല്ലും കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവണതെന്നും നമ്മൾ കഴിക്കണ അരി എങ്ങനെയാണ് ആഹാരമായിട്ട് നമുക്ക് ഭക്ഷിക്കാൻ കിട്ടണതെന്നൊക്കെ പിള്ളേർക്കൊന്ന് കാണിച്ചു കൊടുക്കണത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ വെറുതെ മക്കളെയും കൊണ്ടൊരു ഔട്ടിങ്ങിന് പോയതാണ്. വീടിന് തൊട്ടടുത്തല്ല, കുറച്ചുണ്ട് നടക്കാൻ. അപ്പോൾ മക്കൾക്കതൊരു നടക്കണതും ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നിട്ടാണ് പോയത്. പിന്നെ എന്താ പറയുക, അവിടെ അത്യാവശ്യം ഒരു നല്ല അന്തരീക്ഷമായിരുന്നു. ഒരു ഈവനിങ് ടൈമിലാണ് പോയത്. ഒരുപാട് നെൽകൃഷി ഉണ്ടായിരുന്നു. കുറേ സ്ഥലത്ത്, ഏക്കർ കണക്കിന് സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നു. നെല്ലുകളൊക്കെ നന്നായിട്ട് പാകപ്പെട്ട് വരണതേ തെറ്റിപ്പോയതാണ്. നെല്ലുകളൊക്കെ പാകപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ പാടത്ത് ഇഷ്ടംപോലെ കൊക്കുകളുണ്ടായിരുന്നു. മക്കൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒരു അത്ഭുതം പോലെയായിരുന്നു. ഇതെന്താണെന്നൊക്കെയാണ് ചോദിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ തലമുറയുടെ വിധി അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു കൊക്കിനെ പോലും അറിയാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് ദൂരെ ആയത് കാരണം അവർക്ക് മനസ്സിലാവണമുണ്ടായിരുന്നില്ല കേട്ടോ. അവരെ കുറ്റം പറയാനും പാടില്ലല്ലോ. അടുത്തെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഓ ഇതാണ് കൊക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി കാണണം. റോഡിൻ്റെ നടുക്കൂടെ റോഡ്, അതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് പാടം വരണത്. അങ്ങനെ നമുക്കൊരു ഈവനിങ് വാക്കിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ചേനമ്പാടം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തായിട്ട് പാടങ്ങളുണ്ട്. ഫുള്ള് പാടങ്ങൾ തന്നെയാണ്. ഒരു പാടം ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ വേറൊരു പാടം കൂടി ഉണ്ട്. ഒരു ഈവനിങ് വാക്കിനൊക്കെ ആയിട്ട് നടക്കാൻ വരാൻ പറ്റിയ സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് എൻജോയ് ചെയ്ത് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കുകയും ചെയ്യാം. ഒപ്പം പാടത്തെ നല്ലൊരു കാറ്റുണ്ട്. ആ ഒരു ഭംഗിയല്ലല്ലോ, ആ കാറ്റിൻ്റെ ഫീലിങ്ങും കൂടി നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഒരുപാട് മരങ്ങളിവിടെ എന്തോ തീയിട്ട പോലെ കത്തി നശിച്ച് കിടക്കണത് കണ്ടു കേട്ടോ. അത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. കാരണം എത്രയോ വലിയ മരങ്ങളാണ്, എന്തോരം വലിയ മരങ്ങളാണെന്ന് തോന്നി. അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, കാണുന്ന വെള്ളത്തിലേക്ക് മറിഞ്ഞു കിടക്കുമായിരുന്നു. പിന്നെ ഓപ്പോസിറ്റ് പാടത്ത് നിന്ന് ഇപ്പുറത്തെ പാടത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് നേരം അത് നോക്കി നിന്നു. കാരണം ചണ്ടി എന്നാണ് ഇവിടെ പറയുക. ഈ പച്ച കളറിൽ കാണുന്ന സാധനത്തിനാണ് ഞങ്ങളിവിടെ ചണ്ടി എന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ മേളം ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോണത് കാണാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നേരം ഇങ്ങനെയൊക്കെ നടന്ന് അങ്ങനെ പതുക്കെ ഒന്ന് പാടത്തേക്ക് ഇറങ്ങിയാലോ എന്ന് തോന്നി. അങ്ങനെ പാടത്തേക്കൊന്ന് പതുക്കെ കാലെടുത്ത് വെച്ചു ഇറങ്ങി. അവിടെ കുട്ടികൾ മീൻ പിടിക്കാൻ ചൂണ്ടയൊക്കെ ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ നടന്നു പോയി. അപ്പോൾ ഒത്തിരിയും കൂടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ നെല്ലുകളൊക്കെ ഒന്ന് തൊട്ട് നോക്കാനും ആ ഒരു നെല്ലിൻ്റെ ആ ഒരു മണം കിട്ടാനും. അത്ര വലിയ മണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം നെല്ലൊന്നും പാകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പച്ച കളറിൽ തന്നെയായിരുന്നു. യെല്ലോ കളറിലാവുമ്പോഴാണ് നെല്ല് ഉണങ്ങി പാകപ്പെടുക. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു പാടമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടുത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. വൈക്കോലും കൊണ്ട് വണ്ടികളൊക്കെ പോണതായിട്ട് കണ്ടു. അതേപോലെ നമ്മുടെ സൂര്യാസ്തമയം അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ വ്യൂവ്, ആ വെള്ളത്തിലേക്ക് സൂര്യൻ്റെ ആ ഒരു നിഴലിങ്ങനെ പതിക്കുമ്പോൾ ഒരു ഫീലിങ്ങൊക്കെ അടിപൊളിയാണ്. അടിപൊളിയെന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമാണ്. നമ്മുടെ സൂര്യൻ്റെയൊക്കെ ഒരു ഭംഗി ആസ്വദിച്ചറിയണമെങ്കിൽ ഇതേപോലെ കടലിൽ പോയാലും മതി. പാടമുള്ളവരൊക്കെ പാടത്തും പോവുക, അങ്ങനെ എൻജോയ് ചെയ്യുക. അങ്ങനെ പതുക്കെ നടന്ന് നെല്ലിൻ്റെ അടുത്തേക്ക് പോയി. നെല്ലിനെ ഒന്ന് തൊടാനും അതിനെ ഒന്ന് എന്താ പറയുക, അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഒന്ന് കാണാനും വേണ്ടിയിട്ടാണ് അവിടേക്ക് ഇങ്ങനെ പതുക്കെ നടന്ന് അവിടെ വരെ പോയത്. കണ്ടോ, നമ്മൾ എന്നും കഴിക്കുന്ന ആഹാരമാണ്. നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾക്ക് വിട്ടുകൂടാൻ പറ്റാത്തൊരു നേരമെങ്കിലും കഴിക്കുന്ന ഒരു ആഹാരമാണല്ലോ ചോറ്. അപ്പോൾ ആ ചോറ് ഉണ്ടാവണത് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർഷകരോട് ഒരുപാട് റെസ്പെക്റ്റ് തോന്നി. ഒരുപാട് എന്താ പറയുക, നെൽകൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നെല്ലും അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി. അതേപോലെ സൂര്യൻ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ അതിൻ്റെ നിഴൽ വരുമ്പോൾ അതിമനോഹരമായൊരു കാഴ്ചയാണ്. വീഡിയോയിൽ അത്രയ്ക്ക് സൂപ്പറല്ല, നേരിട്ട് കാണാനാണ് ഭംഗി. കാരണം ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് സൂര്യാസ്തമന സമയത്ത് നെല്ലിനെ കാണാൻ. സൂര്യനെ കാണാൻ തെറ്റിപ്പോയതാട്ടോ. അതേപോലെ കിളിക്കാമ്പെട്ടി കണ്ടു. നമ്മുടെ കിളിക്കാമ്പെട്ടി പണ്ടത്തെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്രയ്ക്ക് അറിയില്ല, അറിയുന്നവരും ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ കണ്ട് വെറുതെ അതൊക്കെ ഒന്ന് കിലുക്കി നോക്കി. ഇതെൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ കിലുക്കി നടന്നിട്ടുള്ളൊരു സാധനമാണ്. അത്ര എന്താ പറയുക, വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കി, ഓർമ്മകളൊക്കെ ഒന്ന് അയവിറത്തു, അത്ര തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് കിലുക്കി അങ്ങനെ നടന്നു. പിന്നെ വീണ്ടും നമ്മളുടെ മീൻകുളം എത്തിയപ്പോൾ മീനുണ്ടോ എന്നൊക്കെ നോക്കി കുറച്ച് നേരം നിന്നു. അവിടെ താമരയാണോ അമ്പലമാണോ എന്താണോന്ന് അറിഞ്ഞൂടാ. അവിടെ അങ്ങനെ 1-2 മുട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് പൊട്ടിച്ചാലോ എന്നുള്ളൊരു, പിന്നെ ചാവാൻ പേടിയായത് കാരണം അവിടേക്ക് ഇറങ്ങിയില്ല. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നടന്നു. പിന്നെ എന്താ പറയുക, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.